വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവപരിപാലനയിൽ ആശ്രയം. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്കു സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ആകുല ചിന്തയ്ക്ക് യേശു നിർദ്ദേശിക്കുന്ന മറുമരുന്ന്. ആധുനിക മനുഷ്യന്റെ മുഖമുദ്ര എന്ന രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ആകുല ചിന്തയ്ക്കും ആവലാതിക്കും യേശു നൽകുന്ന ഒരു മറുമരുന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കാം. ഈ മറുമരുന്നിന്റെ പേരാണ് ദൈവപരിപാലനയിലുള്ള ആശ്രയി മനോഭാവം. ഇത് ഫലപ്രദമായിട്ടുള്ള ഒരു മറുമരുന്നാണ് എന്ന് തെളിയിക്കാൻ യേശു ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ സസ്യ ലതാദികളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യേശു തുടർന്ന് പറയുന്നു, ആകാശത്തിലെ പറവകൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എവിടെ അവർ വസിക്കും എന്നതിനെ പറ്റിയൊന്നും അവരെ ആകുലചിന്തകരല്ല. അവർക്ക് അതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചനാഥൻ. വയലിലെ ചെറിയ പുൽച്ചെടികൾ പോലും മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ വിരിയിക്കുന്നു. ഈ പുഷ്പങ്ങള് നാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ മൃദുലത്വവും മനോഹാരിതയും വർണ്ണചാതുര്യവും വിസ്മരണീയമായിട്ടുള്ള കലാസൃഷ്ടികളാണ് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ ചെടികളെയും ഈ ലതകളെയും സസ്യങ്ങളെയും ആരും നട്ടു നനച്ചുണ്ടാക്കുന്നതല്ല. എന്നാൽ സർവപ്രതാപത്തിലും കഴിഞ്ഞിരുന്ന സോളമൻ രാജാവിന് പോലും ധരിക്കാൻ സാധിക്കാത്ത അത്ര മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ എന്ന രീതിയിലാണ് ഈ പുഷ്പലതാദികൾ സ്വയമായിട്ട് അലങ്കൃതമായിരിക്കുന്നത്. അവയെയും പ്രപഞ്ചനാഥൻ സംരക്ഷിച്ചു പോരുന്നു. എന്നാൽ യേശു വീണ്ടും ചോദിക്കുന്നു, ആകാശത്തിലെ പറവകളേക്കാൾ ഭൂമിയിലെ സസ്യലതാദികളെക്കാളും എത്രയോ വിലപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ കാര്യത്തിൽ എത്രയോ അധികം ശ്രദ്ധ ആ പിതാവ് ചെലുത്തുന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവനെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും ആവശ്യത്തിലധികം ആകുല ചിന്തപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം അസ്വസ്ഥമാക്കേണ്ടതില്ല. നിങ്ങൾ ദൈവത്തിന്റെ പരിപാലനയിൽ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്യുക മക്കളെ എന്നതാണ് യേശുവിന്റെ നിർദ്ദേശം.
യേശു പറയുന്നു, അങ്ങനെ സമർപ്പണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ യേശു നമ്മിൽ നിന്ന്, തന്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക ഒരു കാര്യം ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ആ ഇഷ്ടം സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം, ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അനുസരിച്ചുള്ളൊരു ജീവിതം. ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുന്നു എന്ന് വരികിൽ തീർച്ചയായും നിങ്ങളുടെ സംരക്ഷണവും നിങ്ങളുടെ പരിപാലനവും പിതാവായ ദൈവം ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു തന്നിൽ വിശ്വസിക്കുന്ന സകല ജനങ്ങൾക്കുമായിട്ട് നൽകുന്നത് എന്ന് നമുക്ക് ധരിക്കാം.